ഒരുപാട് ടൂറിസ്റ്റുകൾ വയനാട്ടിലേക്ക് വരേണ്ട ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം ക്രിസ്മസിന്റെയും ന്യൂ ഇയറിന്റെയും ആ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹോം സ്റ്റേകളും റിസോർട്ടുകളും മുഴുവൻ ഫുള്ളാകുന്ന ഒരു സാഹചര്യം ഇതിന് മുമ്പുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു പരിപാടി റദ്ദായതുകൊണ്ട് തന്നെ കുറെ ആളുകൾ ഇവിടുന്ന് പോകേണ്ടി വന്നു. ബുക്ക് ചെയ്ത കർണാടകത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് അടക്കം വന്ന ബുക്കിംഗ് തന്നെ ക്യാൻസൽ ചെയ്ത് വയനാട്ടിൽ നിന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ബോധപൂർവമായിട്ട് വയനാട്ടിലേക്ക് ടൂറിസ്റ്റുകൾ വരുന്നതിനെതിരെ ഒരു ബോധപൂർവമായ ശ്രമങ്ങൾ എവിടെയൊക്കെയോ നടന്നു വന്നു. ഒരു ഗ്രൂപ്പ് എവിടെയൊക്കെയോ പ്രവർത്തിക്കുന്നുണ്ട്. എനിക്കൊന്ന് എറണാകുളത്ത് നമ്മുടെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്ന ടൂറിസ്റ്റുകൾ വയനാട്ടിലേക്ക് ആകുമ്പോൾ അവിടെ നിന്നുള്ള ഒരു ആളുകൾ പറയുന്നത് വയനാട്ടിലേക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ്, നിങ്ങളെ മൂന്നാറിലേക്കോ അല്ലെങ്കിൽ ആലപ്പുഴയിലേക്കോ പോകുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ ഡൈവേർട്ട് ചെയ്യപ്പെടുന്ന ഒരു സംഭവങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ വയനാട്ടിലേക്ക് വരുന്ന ആഘോഷങ്ങൾ വരും. ഇപ്പൊ ബോച്ചയുടെ പരിപാടിയാണെങ്കിൽ പോലും വയനാട്ടിൽ വന്നപ്പോൾ അത് തടയപ്പെട്ടു. ആ സമയത്ത് അതേ പരിപാടികൾ, അങ്ങനെയുള്ള പരിപാടികൾ മൂന്നാറിൽ വെച്ച് നടക്കുമ്പോൾ അതിന് അനുമതി കൊടുക്കുന്നുണ്ട്. എറണാകുളത്ത് വെച്ച് പാപ്പാജി കത്തിക്കുന്ന അടക്കമുള്ള പരിപാടികൾ എറണാകുളത്ത് വെച്ച് ഇതേ ഹൈക്കോടതിയിൽ വെച്ച് അതിന് അനുമതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വയനാട്ടിലേക്ക് വരുമ്പോൾ മാത്രം അതിന് തലയിടുകയും മറ്റു സ്ഥലങ്ങളിൽ നടത്തുമ്പോൾ അതിനെ നടത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ടൂറിസം സെന്ററുകളിലെ ചില സെന്ററുകളിൽ വന്നിട്ടുള്ള സമയങ്ങൾ കുറച്ചതുണ്ട്, ടിക്കറ്റ് റേറ്റ് കൂട്ടിയതുണ്ട്. അപ്പൊ ടൂറിസം കേന്ദ്രങ്ങളിൽ ആളുകൾ കടന്നു വരുന്നതിനുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പിൻവലിക്കണമെന്ന് ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ടൂറിസ്റ്റുകൾ വയനാട്ടിലേക്ക് വന്നാൽ അവർക്ക് യഥേഷ്ടം പോകാൻ പറ്റുന്ന സ്ഥലങ്ങളും വേണമല്ലോ. അപ്പൊ വയനാട്ടിലേക്ക് വന്നപ്പോൾ പൂക്കോട് തടാകം അല്ലെങ്കിൽ ബാണസ്വര സാഗർ ഡാം, കാരാപ്പുഴ ഡാം ഇവിടെ മാത്രമാണ് ആളുകൾക്ക് യഥേഷ്ടം വന്നു പോകാൻ കഴിയുള്ളൂ. മറ്റു മുഴുവൻ ടൂറിസം കേന്ദ്രങ്ങളിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ. എനിക്ക് തോന്നുന്നു DTPCയുടെ കീഴിലല്ലാത്ത മുഴുവൻ ഡിപ്പാർട്ട്മെന്റിലെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കീഴിലും അതിനൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ടിക്കറ്റ് റേറ്റുകൾ കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഈ സമയത്ത് നമ്മുടെ ഈ ഒരു സമയത്ത് ഫെസ്റ്റിന്റെ സമയത്തെങ്കിലും പിൻവലിച്ചുകൊണ്ട് ആളുകൾക്ക് ടൂറിസ്റ്റുകൾക്ക് മുഴുവൻ എൻജോയ് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് മാറ്റണമെന്നുള്ളത് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ